ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന ക്വിസാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ, എന്തായാലും ഉറപ്പായും ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിക്കാൻ ഈ ഒരു വീഡിയോ എന്തായാലും ഉറപ്പായും സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക കേട്ടോ. ഈ 20 ചോദ്യങ്ങളും നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളും നോക്കാം. അതിനു മുൻപ് ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ ആരാണ്? ഞാൻ ഓരോ ചോദ്യം വായിക്കുമ്പോഴും നിങ്ങൾ ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കുക കേട്ടോ. ഉത്തരം അറിയില്ലെങ്കിൽ അത് പഠിച്ചു പോവുക. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ ആരാണ്? ഉത്തരം പറയൂ. യെസ്, നീൽ ആംസ്ട്രോങ്. ഉത്തരം നീൽ ആംസ്ട്രോങ് ആണ്. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാണ് നീൽ ആംസ്ട്രോങ്. രണ്ടാമത്തെ ചോദ്യം: നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആര്? നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം പറയൂ. ഉത്തരം ഇതാണ്, എഡ്വിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തിയാണ് എഡ്വിൻ ആൽഡ്രിൻ. അടുത്ത ചോദ്യം ഇതാണ്: ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യർ സഞ്ചരിച്ച പേടകം ഏതാണ്? ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യർ സഞ്ചരിച്ച പേടകം ഏതാണ്? ഉത്തരം പറയൂ. ഉത്തരം വരുന്നത് അപ്പോളോ 11. അപ്പോളോ 11 എന്ന പേടകത്തിലാണ് ആദ്യമായി ചാന്ദ്രയാത്ര നടത്തിയത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രോപരിതലത്തിലെത്തിയ വർഷം, തീയതി ഏതാണ്? നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രോപരിതലത്തിലെത്തിയ വർഷവും തീയതിയും ഏതാണ്? ഉത്തരം പറയൂ. ഉത്തരം വരുന്നത് 1969 ജൂലൈ 20. ഓക്കെ ആണോ? എല്ലാവരും ഗസ് ചെയ്ത് ഉത്തരം ശരിയാണെന്ന് കരുതുന്നു. 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രോപരിതലത്തിൽ എത്തുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം: ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം പറയൂ. ഉത്തരം സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? സെലനോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഉത്തരം അറിയില്ലെങ്കിൽ പഠിച്ച് തന്നെ പോവാട്ടോ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? എല്ലാവരും ഉത്തരം ഒന്ന് ഗസ് ചെയ്യൂ. ഏതാണ്? ഉത്തരം വരുന്നത് ചന്ദ്രനാണ് അല്ലേ? ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഏഴാമത്തെ ചോദ്യം നോക്കിയാലോ. ചോദ്യം ഇതാണ്: ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും? ഉത്തരം എന്താണ്? ഉത്തരം വരുന്നത് കറുപ്പ്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ അവിടെ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും? കറുപ്പായിരിക്കും. ഓക്കെ അല്ലേ? എല്ലാവരും ഗസ് ചെയ്ത് ഉത്തരം ശരിയാണെന്ന് കരുതുന്നു കേട്ടോ. ഉത്തരം ശരിയാവാത്തവർ ഓരോ ചോദ്യവും എഴുതി പഠിച്ചു തന്നെ പോവാട്ടോ. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 1. 2008 വിക്ഷേപിച്ച ചന്ദ്രയാൻ 1 ആണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം. അത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ചന്ദ്രയാൻ 1 ആദ്യത്തെ ചാന്ദ്രദൗത്യം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച ചരിത്ര തീയതി ഏതാണ്? ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച ചരിത്ര തീയതി ഏതാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എന്താണ് ഉത്തരം? ഉത്തരം 2023 ഓഗസ്റ്റ് 23. അപ്പോൾ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച ചരിത്ര തീയതി ഓഗസ്റ്റ് 23. ഏതാണ് വർഷം? 2023. 2023 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. അപ്പോൾ അത് ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23. അപ്പോൾ ഓഗസ്റ്റ് 23 തന്നെയാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് ഓഗസ്റ്റ് 23. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സൂര്യപ്രകാശം ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്?
സൂര്യപ്രകാശം ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം ഗസ് ചെയ്തോ? ഏതാണ് ഉത്തരം? 1.3 സെക്കൻഡ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1.3 സെക്കൻഡാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയ ഇന്ത്യൻ പേടകം. ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയ ഇന്ത്യൻ പേടകം ഏതാണ്? ഉത്തരം അറിയാമോ? ഉത്തരം വരുന്നത് ചന്ദ്രയാൻ 1 ആണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമാണല്ലേ ചന്ദ്രയാൻ 1. അപ്പോൾ ചന്ദ്രയാൻ 1 എന്ന ചാന്ദ്രദൗത്യത്തിലൂടെയാണ് ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ചന്ദ്രയാൻ 1 എന്ന പേടകമാണ് ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡിംഗ് നടന്ന സ്ഥലം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡിംഗ് നടന്ന സ്ഥലം ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പറയൂ. ഉത്തരം വരുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. ഓക്കെ, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡിംഗ് നടന്ന സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ്. ഓക്കെ, എല്ലാ ചോദ്യ ഉത്തരവും പഠിച്ചു വെക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങളുടെ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങളുടെ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം നോക്കിക്കോളൂ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങളുടെ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? എല്ലാവരും പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഉത്തരം ഗസ് ചെയ്തെന്ന് കരുതുന്നു. ഉത്തരം വരുന്നത് ഡോക്ടർ വി നാരായണൻ. ആരാണ്? ഡോക്ടർ വി നാരായണൻ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം ശരിയാണെന്ന് കരുതുന്നു. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. അദ്ദേഹം പ്രമുഖ റോക്കറ്റ് ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. അടുത്ത ചോദ്യം. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം എന്താണ്? ഉത്തരം പറയൂ എല്ലാവരും. ഉത്തരം യൂറി ഗഗാറിനാണ്. നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം തന്നെയാണോ? ഉത്തരം യൂറി ഗഗാറിൻ. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ. അറിയാത്തവർ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. അടുത്ത ചോദ്യം. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം പറയൂ എല്ലാവരും. ഉത്തരം വരുന്നത് രാകേഷ് ശർമ്മ. ഓക്കെ ആണോ? ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം എന്താണ്? ഉത്തരം കൽപ്പന ചൗള. നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം ശരിയാണോ? ഓക്കെ, അപ്പോൾ ഈ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഗസ് ചെയ്തെന്ന് കരുതുന്നു. ഉത്തരം വരുന്നത് ആര്യഭട്ടയാണ്. നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം ശരിയാണല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഓക്കെ, അടുത്ത ചോദ്യം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം ശരിയാണെന്ന് കരുതുന്നു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 20 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത്.
ഉറപ്പായും ക്വിസ് മത്സരത്തിൽ ചാന്ദ്രദിന ക്വിസിൽ ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പോൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. ഈ 20 ചോദ്യങ്ങളും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. ഒന്നുപോലും നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ ആണോ? എല്ലാ ചോദ്യങ്ങളും എഴുതി തന്നെ പഠിച്ചുകൊള്ളുക. ഇപ്പോൾ നമ്മൾ ഓരോന്നും ഗസ് ചെയ്ത് നോക്കിയിട്ടാണ് ഓരോ ചോദ്യങ്ങളും പറഞ്ഞത്. അതിലറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. ആർക്കൊക്കെ ഉത്തരം ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഇതാണ് ആ ചോദ്യം. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. കൂടെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.